എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 3 കൂട്ടം സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഒരു മധുരമുള്ള ഐറ്റമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് തേങ്ങാക്കൊത്തും 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്തത് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടിച്ച പഞ്ചസാരയും തേങ്ങയും റവയും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി ഇതേപോലെ കൈകൊണ്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവയോ അല്ലെങ്കിൽ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. എണ്ണ ഇതേപോലെ കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വയ്ക്കാം. അപ്പോൾ മാവ് മൂടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി കൈ കൊണ്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. പിന്നീട് ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട, കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഈ ഒരു കനത്തിൽ ഇതിനെ പരത്തിയെടുക്കാം. ഇനി ഇതേപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ ഇതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ കുഞ്ഞൊരു ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ എന്ത് വെച്ച് വേണമെങ്കിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞ ഭാഗങ്ങൾ ഇതേപോലെ കൈ വെച്ചങ്ങ് മാറ്റി കൊടുക്കാം. പിന്നീട് അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഓരോന്നും അവിടെ നിന്ന് ഇളക്കിയെടുത്ത് മാറ്റാം. ഇനി നേരത്തെ ഇതേപോലെ തയ്യാറാക്കിയതിൻ്റെ ബാക്കി വന്ന മാവും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം വീണ്ടും ഇതേപോലെ ക്യാപ്പ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇളക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ബാക്കി വരുന്ന മാവ് വീണ്ടും കുഴച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായി ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയം തന്നെ നന്നായിട്ട് വലിപ്പം വെച്ച് വരും. ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതൊക്കെ കളർ മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിരിച്ചും മറിച്ചിട്ട് ഒരേ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ബാലൻസ് ഉള്ളതെല്ലാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്നും ഇത്രത്തോളം സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് എയർ ടൈറ്റായ ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ 2 ആഴ്ച വരെ കേടാകാതെ സൂക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗോതമ്പ് പൊടിയും തേങ്ങയും കൊണ്ട് സൂപ്പർ ടേസ്റ്റ് തയ്യാറാക്കിയ സ്നാക്കാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് കുട്ടികൾക്ക് സ്നാക്സായിട്ട് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അടുത്തത് ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം.
ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് 2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോകാനോ ഒരുപാട് ടൈറ്റായി പോകാനോ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാൻ. കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ച് നന്നായി ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കുമ്പോൾ കിട്ടാൻ. ഇനി ഇതിനെ നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി മീഡിയം പരുവത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫോർക്ക് കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിയില നന്നായി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ ചെറിയ ഓട്ടൽ കാണും. ആ സമയത്ത് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവിൽ നിന്നും നമുക്കതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഒരു പാർട്ട് എടുത്ത് നമുക്കൊരു ചപ്പാത്തി പലകയിൽ വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാമോ അത്രത്തോളം പരത്തിയെടുക്കാം. പിന്നീട് അതിനെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായി കനം കുറച്ച് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും പകുതി എടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. പരത്തുന്ന സമയത്ത് കൈ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി കയ്യിൽ തേച്ച് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചപ്പാത്തി എടുത്ത് പലകയുടെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് വീഡിയോയിൽ കാണുന്നത് പോലെ ഉരുളക്കിഴങ്ങ് മസാല പരത്തി ഇതിൻ്റെ പുറത്തായി വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. വീണ്ടും വേറൊരു ചപ്പാത്തി അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും എത്രത്തോളം നമുക്ക് ഇതിനെ പരത്തി വലുതാക്കി എടുക്കാമോ അത്രത്തോളം പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം സ്ക്വയർ പരുവത്തിലാക്കി എടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ ലൈനായി ഇതിനെ മുറിച്ചെടുക്കാം. വീണ്ടും അതിനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പീസ് എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ ഈസി ഇതേപോലെ നമുക്കെല്ലാം ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിങ്ങനെ സ്ക്വയറായിട്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്നാക്കാണ്, അതുപോലെ തന്നെ കഴിക്കാനും. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വറുത്ത് കോരിയെടുക്കാം. വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ അത് സ്നാക്ക് നന്നായി പരുവായി കിട്ടിയിട്ട് ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതേപോലെ സ്പാച്ചില ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവൊക്കെ വെള്ളത്തിൽ നന്നായി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതേപോലെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പാനിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഉള്ളിലുള്ള ചൂടൊക്കെ ഒന്ന് പോകട്ടെ. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും. അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിമാവും കൂടി വിതറി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ്. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ അത്രത്തോളം വലിപ്പത്തിലുള്ള എന്തെങ്കിലും അടപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതേപോലെ അധികമുള്ള മാവെല്ലാം അങ്ങ് മാറ്റിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അധികമുള്ള മാവിനെയൊക്കെ വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ പരത്തി കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എന്തായാലും ബാലൻസ് ഉള്ള മാവ് ഞാൻ അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ 1 കപ്പ് മാവിൽ നിന്ന് ഇത്രത്തോളം പത്തിരി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും കോരി മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു 3-4 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സൈഡ് നന്നായി കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും മറു സൈഡ് ഇതേപോലെ നല്ല കളറായി കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചെറിയുള്ളിയും ജീരകവും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ടാണല്ലോ ഈ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് കൊണ്ടും കൂടി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ.
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.